മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമ നവോദയ അപ്പച്ചൻ്റെ പടയോട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ അവസാനത്തെ 70mm മൂവിയും പടയോട്ടം തന്നെയായിരുന്നു. പടയോട്ടത്തിന് ശേഷം ആരും തന്നെ 70mm ഒരു പരീക്ഷണത്തിന് മുതിർന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും തിയേറ്ററുകളിലും ഇത് പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് പടയോട്ടത്തിൽ ആരംഭിച്ച് പടയോട്ടത്തിൽ അവസാനിച്ച ഒരു പരീക്ഷണമായിരുന്നു 70mm സിനിമകൾ. അതിനു മുമ്പ് ഇംഗ്ലീഷ് സിനിമകൾ വന്നിട്ടുണ്ട്, അതിനുശേഷവും ഇംഗ്ലീഷ് സിനിമകൾ വന്നിട്ടുണ്ട്. അവർക്ക് ലോകം മുഴുവനും വിപണിയാണ്. അങ്ങനെ പല പരീക്ഷണങ്ങളും ചെയ്യാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് അപ്പച്ചൻ കൈപൊള്ളിയാണ് പടയോട്ടം അവസാനിപ്പിച്ചത് എന്നെനിക്ക് തോന്നുന്നു. ഈ പടയോട്ടത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇത് കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഫ്രഞ്ച് നോവലിൻ്റെ ഒരു ഹാസ്യാനുകരണമായിരുന്നു. ഈ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയുടെ കഥ സാധാരണ വടക്കൻ പാട്ടിൻ്റെ അല്ലെങ്കിൽ കടത്തനാടിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമയാക്കാനാണ് അപ്പച്ചനും മകൻ ജിജോയും ശ്രമിച്ചത്. സംഗതി സാമാന്യം തമാശയായിട്ട് തന്നെ അവസാനിച്ചു. ആദ്യ ഭാഗം സാധാരണ വടക്കൻ പാട്ടാണ്. രണ്ടാം ഭാഗത്ത് പ്രേമനസീർ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു പടയോട്ടം. ഇൻ്റർവെല്ലിന് ശേഷമാണ് നസീർ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഫോമിലേക്ക് ഉയരുന്നത്. പ്രച്ഛന്ന വേഷധാരിയായിട്ട് നാട് കടത്തപ്പെട്ട രാജകുമാരൻ തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിനോട് അതിക്രമം ചെയ്ത ഓരോരുത്തരായിട്ട് പിടികൂടി കാല പുരിക്കയക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് തിരുമല കുറുപ്പാണ്. കുറുപ്പായിട്ട് അഭിനയിച്ചത് ഗോവിന്ദൻകുട്ടിയാണ്. ഗോവിന്ദൻകുട്ടി ഒരു വഴിക്കാക്കും. അത് കഴിഞ്ഞ് കമ്മാരനാണ്. കമ്മാരനായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പഴയ പ്രേമഭാജനമായിരുന്ന ലക്ഷ്മിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞാനിവിടെ നിന്നാണ് തുടങ്ങാൻ വിചാരിക്കുന്നത്. എനിക്ക് വേണ്ടത് കുറുപ്പിനെയല്ല, കമ്മാരനെയല്ല, നിൻ്റെ മകനെയുമല്ല. എനിക്ക് വേണ്ടത് അവനെയാണ്, എന്നെ ചതിച്ച ആ ദുഷ്ടനെ. ആ ദുഷ്ടനാരെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ മറ്റൊരു രാജകുമാരനാണ് ആ റോളിൽ അഭിനയിച്ചത്, മധുവാണ്. അവസാനം ഇയാളുടെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു പോകും, അത് വേറെ കഥയാണ്. നമ്മുടെ ഞാൻ ഇവിടെ സിനിമയെക്കുറിച്ചല്ലോ ചർച്ച. ഇത് ഓർക്കാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മഹാനായ നിലമ്പൂർ MLA മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണിയായ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ഇടതുമുന്നണി യോഗത്തിൽ അജിത് കുമാറിൻ്റെ കാര്യം ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് തീരുമാനമൊന്നും ഉണ്ടായില്ല. CPI, NCP അതുപോലെ RJD നേതാക്കളൊക്കെ ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടു. അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അവർ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുകയാണ്. പലതരത്തിലുള്ള അന്വേഷണങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് നടക്കുന്നുണ്ട്, വിജിലൻസ് അന്വേഷണമുണ്ട്, വേണ്ടി വന്ന CBI അന്വേഷണമോ, ഇനി എന്താണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ അന്വേഷണം വേണ്ടി നടത്തും. പക്ഷേ അൻവർ ഇതുകൊണ്ടൊന്നും തൃപ്തനല്ല. അദ്ദേഹം പറയുന്നത് ADGP ഉടനെ മാറ്റണം. ADGPക്ക് ചൂട്ടുപിടിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അയാളെയും വച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയുന്നില്ല, പക്ഷേ ഭംഗ്യം തന്നെയാണ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് പ്രധാനം. ഈ നിലമ്പൂർ MLAക്ക് വേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണയായിട്ട് അംഗത്തുണയ്ക്ക് പോകുന്ന നമ്മുടെ തവന്നൂർ MLAക്ക് വേണ്ടത്, അതുമല്ലെങ്കിൽ അവരുടെ പുറകിലുള്ള മൂലധന ശക്തികൾക്കും പാർട്ടിക്കകത്ത് തന്നെയുള്ള മച്ചൂനന്മാർക്കും വേണ്ടത്, ഈ കുലം കുത്തികൾക്ക് വേണ്ടത് ആരെയാണ്? അവർക്ക് വേണ്ടത് കുറുപ്പിനെയല്ല, കമ്മാരനെയുമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകനെയുമല്ല. അവർക്ക് വേണ്ടത് മുഖ്യനെ തന്നെയാണ്. മുഖ്യനെ ഒരു വഴിക്കാക്കണം, അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. കാരണഭൂതൻ പോയാൽ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി തുടരുന്നതിനും തടസ്സമില്ല, ADGP തുടരുന്നതിനും തടസ്സമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനു വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട കാരണഭൂതനെ വയസ്സുകാലത്ത് അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്നു? വാർദ്ധക്യത്തിൻ്റെ, പ്രായാധിക്യത്തിൻ്റെ, അതിനേക്കാൾ ഉപരി അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പുള്ളി നല്ലതാളും പക്കവും നോക്കിയിട്ടാണ് ജനങ്ങൾക്ക് ദർശനം പോലും അനുവദിക്കുന്നത്. അങ്ങനെ ഇത്ര കാലം ഈ വിപ്ലവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, കേരളത്തിനെ ഏതാണ്ട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിച്ച, കേരളത്തെ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ മഹാനായ ഭരണകർത്താവിനെ എന്തിനും മാറ്റുന്നു എന്ന് ചോദിച്ചാൽ, ഈ പാർട്ടിക്കകത്തുള്ള വിമതന്മാർ, ഞാൻ അവരാണ് കുലം കുത്തികളെന്ന് ഉദ്ദേശിച്ചത്,
അല്ലാണ്ട് നിലമ്പൂർ MLA യോ തവന്നൂർ MLA ഒന്നുമല്ല. അവരിതിൻ്റെ മുമ്പിൽ കഥ അറിഞ്ഞിട്ടോ കഥ അറിയാതെയോ ആട്ടം കാണുന്ന ആളുകളാണ്. ഏതായാലും ഈ പുറകിലുള്ള ആളുകൾക്ക് വേണ്ടത് കാരണഭൂതൻ പോകണം. ആ സ്ഥാനത്തേക്ക് ഇവരിൽ ഒരാൾ വരണം. ആര് വരണമെന്നും ആ സ്ഥാനത്തേക്ക് ആര് വരണം നോക്കുക അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായ ധാരണയുണ്ട്. അവർ മുൻ ധാരണയോട്ടും ആസൂത്രണത്തോടും കൂടിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നും കാണാതെയല്ല. മാത്രമല്ല പാർട്ടിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്. ബ്രാഞ്ച് കഴിഞ്ഞ് ലോക്കലുണ്ട്. ലോക്കൽ സമ്മേളനങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങും. ഏരിയ സമ്മേളനങ്ങൾ കഴിയുമ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ. ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ സംസ്ഥാന സമ്മേളനം. ഏറ്റവും കൂടിയത് സംസ്ഥാന സമ്മേളനം വരെ കാരണഭൂതനെ വെച്ചുകൊണ്ടിരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ഒന്നുകിൽ പുള്ളി സ്വയം നിർത്തിപ്പോവും, അല്ലെങ്കിൽ ഇവർ അദ്ദേഹത്തെ നേരത്തെ കൗണ്ട് ഓഫ് മോണ്ടി കൃഷിയുടെ കാര്യം പറഞ്ഞ പോലെ പുള്ളിയെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവർക്ക് വേണ്ടത് അജിത് കുമാറിനല്ല, അവർക്ക് വേണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയല്ല, അവർക്ക് വേണ്ടത് കാരണഭൂതൻ്റെ മരുമകൻ നമ്മുടെ കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ പോലുമല്ല. അവർക്ക് വേണ്ടത് കാരണഭൂതനെ തന്നെയാണ്. കാരണഭൂതൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. ആ സ്ഥാനത്തേക്ക് ഇവരിൽ ഒരാൾ വരണം. ഇത്ര ഉദ്ദേശമുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഗാന്ധിയനായ നമ്മുടെ നിലമ്പൂർ MLA രംഗത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ അംഗത്തുണക്കി ഈ ആരോമൽ ചേകവർ പോയപ്പോൾ കൂടെ ചന്തു പോയില്ലേ, അതുപോലെ KT ജലീലിൻ്റെ വിടർന്ന്. അവരുടെ ഉദ്ദേശം ഇതാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ പണം വേണമല്ലോ. പണമാണല്ലോ ഇതെല്ലാത്തിലും പ്രധാനം. അതിന് നമ്മുടെ നാട്ടിലെ പ്രബലരായ ചില മൂലധന ശക്തികൾ, ആ പണത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ചില ആളുകളുടെ പിന്തുണയോടുണ്ട് എന്ന് വെച്ചോളൂ. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ കൗണ്ട് ഓഫ് മോണ്ടി കൃഷിയുടെ ഇവിടുത്തെ പുനരവതാരം. കാരണം അപ്പച്ചൻ ആകെ ഒരു പ്രാവശ്യം 70 എടുത്തുള്ളൂവെങ്കിലും അതിപ്പോഴും നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്ന ഇതുകൊണ്ടാണ്. അവിടെ പ്രേം നസീർ അഭിനയിച്ച റോളാണ് ഇവിടെ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനയിക്കല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ പുറത്താക്കുകയും ആ സ്ഥാനത്ത് ഇവരിൽ ഒരാളെ കയറ്റിയെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക മൂലധന ശക്തികൾ എന്തിനാണ് ഇവരെ പിന്തുണക്കുന്നത്? അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കാരണഭൂതം ചെയ്തു കൊടുത്തല്ലോ. ശരിയാണ്. വിഹിതമായിട്ടും അവിഹിതമായിട്ടും അനർഹമായിട്ടും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒരുപാട് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തു. ഇവർ ഓരോരുത്തർക്കും കൊടുത്തു, ഒരാൾക്കല്ല, എല്ലാവർക്കും കൊടുത്തു. കഴിയാവുന്ന രീതിയിലൊക്കെ കൊടുത്തു. രണ്ട് കൈകൊണ്ടും വാരിക്കോരി പറ നിറച്ച് കൊടുത്തു. പക്ഷേ എന്നിട്ടും അവർക്ക് മതിയായില്ല. ഒരു പക്ഷേ അവർ ചോദിച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിൽ പുള്ളിയുടെ ഭാഗത്ത് പരാജയം ഉണ്ടായിക്കാണും, വീഴ്ച ഉണ്ടായിക്കാണും. അതല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തേക്കാൾ കൂടിയ സൗജന്യങ്ങൾ, അതിനേക്കാൾ വലിയ ഉപകാരങ്ങൾ, പ്രത്യുപകാരം ഇപ്പോഴത്തെ ഈ വിമത കുലംകുത്തി വിഭാഗക്കാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. രണ്ടിനും നല്ല സാധ്യതയുണ്ട്. ഏതായാലും മൂലധന ശക്തികൾ വളരെ ശക്തമായിട്ടുണ്ട്. മുണ്ടും മടക്കി കുത്തി ഈ നാടകത്തിൻ്റെ പിന്നണിയിലുണ്ട്. അവരാണ് ഇതിൻ്റെ കർട്ടൻ പിടിക്കുന്നത്. അവരാണ് ഇതിൻ്റെ റിഹേഴ്സൽ എന്ന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അവരാണ് നാടകം തുടങ്ങാറാകുമ്പോൾ ബെല്ലടിക്കുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവർ വളരെ ശക്തമായിട്ടുണ്ട്. മറ്റേ വിഭാഗത്തിൽപ്പെട്ടവർ അരങ്ങിലും അണിയറയിലുമുണ്ട്. ഇതിൻ്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ നല്ല സൂത്രകാരനായ ഒരാളാണ്. അദ്ദേഹമാണ് ഈ കംപ്ലീറ്റ് കളി നിയന്ത്രിക്കുന്നത്. അദ്ദേഹമാണ് മൂലധന ശക്തികളെയും നിലമ്പൂർ MLAയും അതുപോലെ നമ്മുടെ തവന്നൂർ MLAയും മറ്റാളുകളെയൊക്കെ കൂട്ടിവയ്പ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരടുവലികൾക്കനുസരിച്ചിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ കഴിവും വൈഭവമുള്ള ആളാണ്. ഈ നാടകം അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒന്നുകിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും. രണ്ടായാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നാടകം അടുത്ത രംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണഭൂതൻ തന്നെ ഇറങ്ങുമോ അതോ അദ്ദേഹത്തെ തള്ളി താഴെ ഇറക്കുമോ എന്ന് പറയാനായിട്ടില്ല. സ്തോഭജനകമായ ബാക്കി രംഗങ്ങൾ അരങ്ങിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ കളി ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.